ഹലോ, മൊത്തത്തിലൊരു സവാദമയമാണ്. നമ്മുടെ KSRTC ബസ്സിനെ അത്രയധികം സ്നേഹിച്ച സവാദ് എന്ന് പറയുന്ന വ്യക്തി വീണ്ടും 2023 അതേ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മസ്താനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 2 വർഷം മുന്നേ ഇദ്ദേഹത്തിനെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസ് കൊടുത്ത സമയത്ത് എവിടെ നിന്നില്ലാത്ത ആൾക്കാരാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അതിനായിട്ട് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ഡ്രസ്സിങ് സ്റ്റൈലാണ്. അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. അതിൻ്റെ പേരിലാണ് ഈ കുട്ടിയെ കൂടുതലും സൈബർ ബുള്ളിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ആൾക്കാരാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് പറയാനുള്ളത്, സ്ഥിരമായിട്ട് ബസ്സിലോ ട്രെയിനിലോ സഞ്ചരിക്കുന്ന ചേച്ചിയോ അനിയത്തിയോ അമ്മയോ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും കേസ് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റോറിയെങ്കിലും പറയാനുണ്ടാവും, ഷുവറായിട്ടും ഉണ്ടാവും. പുരുഷ സംഘടനകളൊക്കെ നല്ലതാണ്, അവർക്ക് ഒരു ഇഷ്യൂ വരുമ്പോഴത്തേനും ഏതെങ്കിലുമൊക്കെ സംഘടനകൾ വേണമല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം മാത്രമേ ഉള്ളൂ. ഒരു പെൺകുട്ടി അതിൻ്റെ ദുരനുഭവം സോഷ്യൽ മീഡിയയിലൂടെ മാത്രമല്ല, ഏതെങ്കിലും ഒരു സോഴ്സിലൂടെ അല്ലെങ്കിൽ അത് ആരോടെങ്കിലും തുറന്നു പറയുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതിനകത്ത് സത്യം ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇവരെ പോയി പൂമാല ഇടുകയോ സ്വീകരിക്കുകയോ ആനയിക്കുകയോ എന്താണെങ്കിലും ചെയ്യും. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഈ പുരുഷ സംഘടനയുടെ എന്തോ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ, ഒരു അജിത്ത് വെട്ടിയൂർക്കവലയോ എന്തോ ഒരു പേരുള്ള ഒരു മനുഷ്യൻ. അയാൾ പറയുന്നുണ്ടായിരുന്നു അന്നത്തെ വീഡിയോ 2023 വീഡിയോ എഡിറ്റഡ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല, ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഉള്ള നാട്ടിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശപ്പെട്ടൊരു വ്യക്തി ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ കുറച്ച് സംഘടനകൾ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെയുള്ള ഞരമ്പന്മാരൊക്കെ നാട്ടിൽ വിലസുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നി. ബൈ.